2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നിലവിലെ ഇടത് സർക്കാരിനെതിരെയുള്ള പ്രചാരണത്തിന്റെ ഒരു പ്രധാന ആയുധം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്. ദേവസ്വം മന്ത്രി വി.എൻ. വാസവന്റെ മണ്ഡലമായ ഏറ്റുമാനൂരിൽ ഇക്കുറി ആ വിഷയം വാസവനെ പൊള്ളിക്കുമോ? നമുക്ക് നോക്കാം. ഇന്ന് പോരാട്ടത്തിൽ ഏറ്റുമാനൂരാണ് വിഷയമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ LDF പ്രതിനിധിയായി ദേവസ്വം മന്ത്രി വി.എൻ. വാസവൻ എത്തുന്നു. ഇനി UDFന്റെ കാര്യമെടുത്താൽ കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് ഏറ്റെടുത്ത മണ്ഡലമെന്ന നിലയ്ക്ക് 49 വർഷങ്ങൾക്ക് ശേഷമാണ് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ ഇവിടെ മത്സരിക്കുന്നത്. 1977 അവസാനമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ മത്സരിക്കുന്നത്. ഇത്തവണ UDFന് വേണ്ടി രംഗത്തെത്തിയത് കോട്ടയം DCC പ്രസിഡന്റായ നാട്ടകം സുരേഷാണ്. NDA സ്ഥാനാർത്ഥിയായി 2020 നിന്നും നർത്തകിയും ഗായികയും യൂട്യൂബ് ഇൻഫ്ലുവൻസറുമായ ആതിര D. നായരും മത്സര രംഗത്തുണ്ട്. ശക്തമായ പോരാട്ടം തന്നെയാകും ഏറ്റുമാനൂരിൽ നടക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുൻകാല തിരഞ്ഞെടുപ്പ് ചരിത്രം നോക്കിയാൽ കേരള കോൺഗ്രസിലെ തോമസ് ചാഴിക്കാടന്റെ 20 വർഷത്തെ തേരോട്ടം CPM അവസാനിപ്പിച്ചത് K. സുരേഷ് കുറുപ്പിലൂടെയാണ്. 1801 വോട്ടുകൾക്ക് അദ്ദേഹം തോമസ് ചാഴിക്കാടനെ തോൽപ്പിച്ചു. 2016 സുരേഷ് കുറുപ്പ് തന്നെ MLA ആയി തുടർന്നു. ഇത്തവണ തോമസ് ചാഴിക്കാടിനെതിരെ ലീഡ് 8899 ഉയർന്നിട്ടുണ്ട്. 2021 വി.എൻ. വാസവൻ ഏറ്റുമാനൂരെത്തി. കേരള കോൺഗ്രസിലെ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസിനെ തോൽപ്പിച്ചത് 14,303 വോട്ടുകൾക്കും. അങ്ങനെ കഴിഞ്ഞ 15 വർഷങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടത് പ്രഭാവം പുലർത്തുന്ന മണ്ഡലം. ആ കുതിപ്പിന് അവസാനം കുറിക്കാനാണ് കോൺഗ്രസ് മണ്ഡലം ഏറ്റെടുത്ത് കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ രംഗത്തിറക്കിയിരിക്കുന്നത്. ഇടതു വലതുകൾ കരുത്തു തെളിയിക്കാൻ പോരാടുമ്പോൾ കഴിഞ്ഞ 5 കൊല്ലങ്ങളിൽ താൻ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് വാസവൻ പ്രചാരണം നടത്തുന്നത്. അതെല്ലാം വോട്ടായി മാറുമെന്ന് തന്നെയാണ് LDF പ്രതീക്ഷിക്കുന്നതും. നാട്ടകം സുരേഷിലേക്ക് വന്നാൽ മുൻ തെരഞ്ഞെടുപ്പിനെ പോലെ അത്ര എളുപ്പമാകില്ല വാസവന്റെ ഇക്കൊല്ലത്തെ പോരാട്ടം. കാരണം സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടെ തന്നെ ആ മണ്ഡലം ഒരു കടുത്ത പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന തരത്തിലുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. ഏറ്റുമാനൂരിൽ പുതിയ ഒരു വികസന പ്രവർത്തനവും നടത്താതെ പഴയത് ഊതിപ്പെരിപ്പിച്ച് കാണിക്കുകയാണ് LDF എന്നാണ് നാട്ടകം സുരേഷിന്റെ വാദം. ഇതുകൂടാതെ ശബരിമല സ്വർണ്ണക്കൊള്ള, അയ്യപ്പ സംഗമ വിവാദങ്ങൾ എല്ലാം തന്നെ ദേവസ്വം മന്ത്രിക്കെതിരെ ശക്തമായ പ്രചാരണ ആയുധമാണ് താനും. ഇവിടെ ദുരൂഹമായ മറ്റൊരു കാര്യം NDAയുടെ സ്ഥാനാർത്ഥിത്വമാണ്. ആദ്യം നടി വീണ നായരുടെ പേരാണ് അവിടെ വന്നിരുന്നത്. എന്നാൽ വീണ നായരുടെ പേര് വോട്ടർ പട്ടികയിൽ ഇല്ലാത്തതിനാൽ അവർക്ക് മത്സരിക്കാൻ പറ്റാതാവുകയും പിന്നീട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ രംഗത്തിറക്കുകയും ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ള, അയ്യപ്പ സംഗമത്തിലെ ക്രമക്കേട് തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ദേവസ്വം മന്ത്രിക്കെതിരെ ആഞ്ഞടിക്കാൻ കിട്ടിയ സുവർണ അവസരത്തെ പ്രയോജനപ്പെടുത്താതെ ഏറ്റുമാനൂർ സീറ്റ് 2020 വിട്ടു നൽകിയത് തീർത്തും NDA എന്ന മുന്നണിയെ തന്നെ ഏറ്റുമാനൂരിലെ മത്സര ചിത്രത്തിൽ നിന്ന് അപ്രസക്തമാക്കാനാണെന്ന് തോന്നിപ്പോകും. വോട്ട് പിടിക്കാൻ തീരെ സാധ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥി, അതും 2020 നിന്നെത്തുമ്പോൾ അത് ഏത് മുന്നണിക്ക് ആ വോട്ടുകൾ മറിയുമെന്നതും ഒരു ചോദ്യമാണ്. CPMുമായി BJP നടത്തിയ ഡീലിന്റെ ഭാഗമാണിതെന്ന് UDF ആരോപണം ഉയർത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി TN ഹരികുമാർ 13,746 വോട്ടുകൾ നേടി 3ാം സ്ഥാനത്തെത്തിയിരുന്നു. ആ വോട്ടുകൾ ഇത്തവണ ആതിര ഭദ്രമാക്കുമോ എന്നതുപോലും സാധ്യതയില്ലാത്ത ഒരു കാര്യമാണ്. 2021 തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് UDFന് പ്രതികൂലമായ ഒരു സാഹചര്യം ലതിക സുഭാഷ് എന്ന കാൻഡിഡേറ്റ് ആയിരുന്നു. കോൺഗ്രസിന്റെ റിബൽ സ്ഥാനാർത്ഥിയായ അവർ ആ തിരഞ്ഞെടുപ്പിൽ 7,624 വോട്ടുകൾ നേടുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം ഇപ്പോഴില്ല. അത് വാസവനെതിരെ മേൽക്കോയ്മ നേടാനുള്ള ഒരു കാരണമായി UDF കരുതുന്നുമുണ്ട്. നാട്ടിക സുരേഷിലൂടെ വിവിധ സമുദായങ്ങളുടെ വോട്ടും കൃത്യമായി തങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് മുന്നണി വിശ്വസിക്കുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 14,303 വോട്ടുകളുടെ ലീഡ് LDF മുന്നണിയാണ് ഏറ്റുമാനൂരിൽ നേടിയത്. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അവിടെ UDF മേൽക്കോയ്മ 1331 വോട്ടുകൾക്കായിരുന്നു. ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റിയിൽ LDF 3ാം സ്ഥാനത്താണ് പ്ലേസ് ചെയ്യപ്പെട്ടതെന്നതും ശ്രദ്ധേയമാണ്. ഈ സാഹചര്യവും UDFന് വലിയ പ്രതീക്ഷ നൽകുന്നുമുണ്ട്. വാസവൻ വികസനം മുൻനിർത്തി വോട്ട് തേടുമ്പോൾ ഈ പറയുന്ന വികസനമൊന്നും ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നില്ല എന്നും ഊതിപ്പെരിപ്പിച്ച വികസന അവകാശവാദങ്ങളാണ് ഇതൊക്കെ എന്നാണ്
UDF പറയുന്നത്. കേരളത്തിലെ വിവാദങ്ങളുടെ ഹോട്ട് സീറ്റിൽ ഇരിക്കുന്ന മന്ത്രിയുടെ മണ്ഡലത്തിൽ വിജയിച്ച് കരുത്തു കാട്ടേണ്ടത് ഇടതുമുന്നണിക്കും സർക്കാരിനും അഭിമാന പ്രശ്നവുമാണ്. വാസവൻ ഫുൾ കോൺഫിഡൻസിൽ മണ്ഡലത്തിൽ വോട്ട് തേടുന്നുണ്ട്. നാട്ടിക സുരേഷ് ആകട്ടെ ഇത്തവണ ഏറ്റുമാനൂരിൽ കൈപ്പത്തി പതിപ്പിക്കാൻ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. മത്സര ചിത്രത്തിലേ ഇല്ലാത്ത NDAക്ക് പിന്നെ അക്കാര്യത്തിൽ ടെൻഷനൊന്നും കാണില്ല. വാസവൻ വെസസ് സുരേഷ് പോരിന്റെ ഫലത്തിനായി ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.